നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഉടൻ രാജിവെക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അതിലേക്ക് വരാനുള്ള പ്രധാന കാരണം DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് AICCയുടെ നീക്കം. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് സിദ്ധരാമയ്യയാണ്. കർണാടകയിലെ ജനത എപ്പോഴും തുടർഭരണം ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായും അതിന് DK ശിവകുമാർ തന്നെ കൃത്യമായും മന്ത്രിസഭയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടതായുണ്ട്. നിലവിൽ ഉപമുഖ്യമന്ത്രി മാത്രമാണ് സിദ്ധരാമയ്യ. നമുക്കറിയാം, JDS അംഗങ്ങൾ കൂടി കോൺഗ്രസിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും സിദ്ധരാമയ്യയെ മാറ്റിക്കൊണ്ട് DK ശിവകുമാറിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും എത്തിച്ചാൽ മാത്രമേ കാര്യമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ JDS വീണ്ടും തഴച്ചു വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം കുമാരസ്വാമി നിലവിൽ കേന്ദ്രമന്ത്രിയാണ്, ക്യാബിനറ്റ് വകുപ്പാണ്, പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ട് താൻ. ഇതുവഴി JDS അംഗങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയും ഫണ്ട് റൈസ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കുമാരസ്വാമി പരമാവധി ശ്രമിക്കുകയാണ്. നമുക്കറിയാം, കുടുംബ പാർട്ടി മാത്രമാണ് JDS. ദേവഗൗഡയുടെ പതനത്തോടുകൂടി JDSന് വലിയ രീതിയിലുള്ള മേൽക്കൈയൊന്നുമില്ല. മൈസൂരിലും മാണ്ഡ്യയിലും മാത്രമാണ് JDS വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDS എങ്ങും തൊടാതെ നിലംപരിശാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെന്ന് മാത്രമല്ല 136 എന്ന ഗംഭീര മുന്നേറ്റമാണ് നടത്തിയത്. വളരെ വൈകാതെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇനിയും ഉണ്ടാക്കണമെങ്കിൽ സിദ്ധരാമയ്യയെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വീണ്ടും മുന്നേറ്റമുണ്ടാക്കാൻ കാരണം സിദ്ധരാമയ്യയെ മാറ്റാത്തത് തന്നെയാണെന്ന് വ്യക്തമാണ്. എന്നാൽ പോലും കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കത്തക്ക മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. പ്രിയങ്ക ജാർഖിഹോളി അടക്കമുള്ള യുവനിര കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയാണ്. അതിന് കാരണമായി പറയുന്നത് സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയത്തിൽ നിന്നും വ്യത്യസ്തമാണ് DKയുടെ രാഷ്ട്രീയം. DK വലിയ രീതിയിൽ BJPക്ക് അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിദ്ധരാമയ്യയെ പോലെയല്ല DK ചുറുചുറുക്കോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിന് DK എന്നത് അവസാന വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ സ്ഥലത്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെയൊക്കെ ഒരു ട്രബിൾ ഷൂട്ടറായി DK ശിവകുമാർ എത്താറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെയുള്ള DKയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും കർണാടകയിൽ കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കനകപുരയിൽ DK ശിവകുമാർ നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. 1,22,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് DK ശിവകുമാർ കനകപുര മണ്ഡലം നിലനിർത്തിയത്. സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യം അലട്ടുന്നുണ്ട്. എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുമാത്രമല്ല, ഒത്തിരിയധികം നെഗറ്റീവ് പരാമർശങ്ങളും അദ്ദേഹം നേരിടുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ JDSൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നവൻ എന്ന ഖ്യാതി ഇപ്പോഴും സിദ്ധരാമയ്യയെ പിടിവിട്ടിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ തനി കോൺഗ്രസ്സുകാരനായ DK ശിവകുമാറിനെ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. DK അതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കർണാടകയിൽ.